ദേവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 34. ബാലു വെറുതെ ടെൻഷൻ ആവണ്ട, എനിക്ക് സങ്കടമൊന്നുമില്ല. ഉമ്മറപ്പടിയിലിരുന്ന പെണ്ണ് ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണുന്ന തിരക്കിലായിരുന്നു. അത് നിന്നെക്കാട്ടിലും കൂടുതൽ എനിക്കറിയാം. ദേ, എൻ്റെ അടുത്ത് കൂടുതൽ വിളച്ചിലെടുക്കരുത് കേട്ടോ നീ. അവൾക്ക് മുകളിലുള്ള പടിയിലിരുന്ന ഭാസ്കരൻ അവളുടെ തോളിൽ ഒന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു. അല്ല ബാലു, അന്നേരം സങ്കടം ഉണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല, സത്യം. അവൾ തൻ്റെ നെറുകയുടെ മുകളിൽ വലത്തേക്കായി വെച്ചുകൊണ്ട് ബാലുവിനെ നേർക്ക് തിരിഞ്ഞിരുന്ന് സത്യമിട്ടു. അയാൾ ആ പെണ്ണിനെ കുറേയേറെ നിമിഷങ്ങൾ സ്നേഹത്തോടെ നോക്കിയിരുന്നു. പാവം കുട്ടി, ജനിച്ചതിൽ പിന്നെ സ്നേഹം എന്താണെന്ന് അറിയാതെ വളർന്നവൾ. അവൾക്ക് താനായിട്ട് വീണ്ടും സങ്കടങ്ങൾ തന്നെയാണല്ലോ ഈശ്വര നൽകുന്നത്. അയാൾക്ക് നോവുന്നുണ്ടായിരുന്നു. ചിലതൊക്കെ പിഴുതെറിയാൻ പറ്റാത്ത ബന്ധങ്ങളാ വൈശുകൊച്ചേ. തെറ്റവരുടെ ഭാഗത്താണെങ്കിലും അവരെ മൊത്തത്തിൽ ജീവിതത്തിൽ നിന്ന് പറിച്ചെറിഞ്ഞ് കളയാൻ നമുക്ക് തോന്നത്തില്ല കൊച്ചേ. അതിന് തടസ്സങ്ങൾ ഒരുപാടുണ്ട്. അത്രയും നേരം വളരെ ശാന്തമായി സംസാരിച്ചു കൊണ്ടിരുന്ന ഭാസ്കരൻ്റെ മുഖം പതിവില്ലാത്ത രീതിയിൽ വളരെ ഗൗരവത്തിലാവുന്നത് വൈശാഖി ഒട്ടൊരു ചിന്തയോടെ നോക്കിയിരുന്നു. അവൾക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഈ രക്തബന്ധം എന്നൊക്കെ പറയുന്നതേ കുഞ്ഞുകളെയല്ല കൊച്ചേ. നമ്മളവരെ ഒരകലത്ത് നിർത്തണമെന്ന് എത്രയൊക്കെ നിരീക്ഷിച്ചാലും ചിലയിടത്ത് നമ്മളങ്ങ് നിസ്സഹായരായി പോവും. ഇവിടെ ഗൗരിയുടെ കാര്യത്തിൽ അതാണ് എനിക്ക് സംഭവിച്ചത്. അതുകൊണ്ടാണ് അവൾ കാല് പിടിച്ച് കരഞ്ഞുകൊണ്ട് ക്ഷമ പറഞ്ഞപ്പോൾ പിന്നെ ഈ വീട്ടിൽ നിൽക്കാൻ സമ്മതിച്ചത്. അറിയാം അവളിവിടെ ഉണ്ടേൽ നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുമെന്ന്. പക്ഷേ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചോളാം കൊച്ചേ. ബാലു ഒരു കുറ്റസമ്മതം നടത്തി. ഞാൻ അതിലൊന്നും പറഞ്ഞില്ലല്ലോ ബാലു. അയാളുടെ സങ്കടത്തോടെയുള്ള മുഖം വൈശാഖിയിൽ ഒരു വല്ലായ്മ നിറച്ചു. നീ പറയത്തില്ല കൊച്ചേ, കാരണം എൻ്റെ വൈശക്കൊച്ച് ഒത്തിരി നല്ലോളാ, ശുദ്ധയാ. വൈശാഖി ഇരിക്കുന്ന പടിയിലേക്ക് അയാൾ ഇറങ്ങിയിരുന്നു. എന്നിട്ട് വൈശുവിൻ്റെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചു. എൻ്റെ ബാലു, അതൊക്കെ കഴിഞ്ഞ കേസുകളാണ്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. ഭാസ്കരൻ്റെ സങ്കടപ്പെട്ടുള്ള ഇരിപ്പ് കണ്ടതും അവൾ പൊടുന്നനെ വിഷയം മാറ്റി. സംസാരിക്കണം വൈശുവേ, അല്ലാതെ പിന്നെ എങ്ങനെയാ? ഇത്രയൊക്കെ ഈ വീട്ടിൽ നടന്നിട്ടും ഗൗരിയെ മാത്രമേ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നെന്ന് എൻ്റെ വൈശുക്കൊച്ചിന് ഒരിക്കലും തോന്നരുതല്ലോ. അയാൾ ആ പെണ്ണിൻ്റെ നെറുകയിൽ തഴുകി. ഒരിക്കലും എനിക്കങ്ങനെ തോന്നത്തില്ല ബാലു. കാരണം ഇവിടെ വന്നേ പിന്നെയാ സന്തോഷം എന്താണെന്ന് ഞാൻ അറിയുന്നത് തന്നെ. അത് ബാലുവിനും അറിയാം. പെണ്ണ് ചുണ്ട് ചുളിച്ചുകൊണ്ട് അടുത്തിരിക്കുന്നവനെ കൂർപ്പിച്ചു നോക്കി. ഭാസ്കരൻ ആ നേരം അവളോട് അടങ്ങാത്ത വാത്സല്യം തോന്നിപ്പോയി. അയാൾ അവളെ ഒന്നും കൂടി ചേർത്ത് പിടിച്ചു. സത്യം പറഞ്ഞാൽ ഗൗരി ഇത്രയ്ക്കും ചീപ്പാവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു വൈശുവേ. അവൾ നേരത്തെ ഇങ്ങനൊന്നും അല്ലായിരുന്നു. ഇച്ചിരി കുശുമ്പും കുന്നായ്മയും സാർത്ഥ്യതയൊക്കെ ഉണ്ടായിരുന്നെന്ന് നേരാ. പക്ഷേ നിന്നോടെന്തിനാ അവൾ ഇത്ര ശത്രുത്വം വച്ച് പുലർത്തുന്നതെന്നാ എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവാത്തത്. ബാലു സംശയത്തോടെ നെറ്റി ചുളിച്ചു. അതിലിപ്പോൾ ആലോചിക്കാൻ എന്തിരിക്കുന്നു, ഞാൻ തന്നെയാ കാരണം. വൈശാഖി ഒന്നും ആലോചിക്കാതെ ഉള്ളിലുള്ളത് അതേപടി തുറന്നു പറഞ്ഞു. ദേവനോ? ഇതിൽ ദേവൻ എന്ത് ചെയ്തു? അത്രയും നേരവും ഗൗരവത്തിലിരുന്ന ഭാസ്കരൻ്റെ മുഖത്ത് പൊടുന്നനെ ഒരു ഞെട്ടലുണ്ടായി. വൈശു പറഞ്ഞൊന്നും അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. സത്യം, ഞാൻ തന്നെയാണ് കാരണം. ഗൗരി കെട്ടാൻ പോണ സാറിൻ്റെ അടുത്ത് വേറെ ഏതേലും ഒരുത്തി ഇച്ചിരി അടുത്ത് പെരുമാറിയാൽ ഏത് പെണ്ണിനാ ബാല സഹിക്കാൻ പറ്റുന്നേ? ഈ പറയുന്ന എനിക്ക് പോലും കുശുമ്പ് വരും. അപ്പോൾ ഗൗരിക്ക് വരാതിരിക്കുമോ? അത് പറയുമ്പോൾ ഉള്ളിൽ നോവ് തിങ്ങിയെങ്കിലും വൈശാഖി പുറമേ ചിരിച്ചു. ദേവൻ കെട്ടാൻ പോണ പെണ്ണോ? അതും ഗൗരിയെ? നീ ഇതെന്ത് തേങ്ങയാ വൈശു കൊച്ചെ ഈ പറയുന്നേ? ഭാസ്കരൻ അവളുടെ നേർക്ക് തിരിഞ്ഞിരുന്നു. എന്നിട്ട് ആ പെണ്ണിൻ്റെ മുഖത്തേക്ക് സംശയത്തോടെ ഉറ്റുനോക്കി. കാരണം വൈശാഖി പറയുന്ന പലതും അയാൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ബാലു, സാറിൻ്റെയും ഗൗരിയുടെയും കല്യാണം നിങ്ങൾ വീട്ടുകാർ തന്നെ ഉറപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ? സാറും ഞാനും അടുത്തിടപെടുന്നതോ സംസാരിക്കുന്നതോ ഒന്നും ആ ഗൗരിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്തിനു കൂടുതൽ പറയണം, ഈ വീട്ടിൽ ഞാൻ വാടകയ്ക്ക് നിൽക്കുന്നത് പോലും അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇനി ഞാനെങ്ങാനും സാറിനെ തട്ടിക്കൊണ്ടു പോകുമോ എന്നുള്ള പേടിയാണ് ഗൗരിക്ക്. എനിക്ക് തോന്നുന്നത് എന്നെ ഇവിടുന്ന് ഇറക്കി വിടാനുള്ള പണിയാണ് അവളീ കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ.
വൈശാഖി ഉള്ള കാര്യം തുറന്നു പറഞ്ഞു. പക്ഷെ അപ്രതീക്ഷിതമെന്ന് പറയട്ടെ, അത്രയും നേരം ഗൗരവത്തോടെ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ഭാസ്കരൻ പൊടുന്നനെ ഉച്ചത്തിൽ പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത്. അതും വയറും പൊത്തിപ്പിടിച്ചുകൊണ്ട്. എന്താ ബാലു? കുറേ നേരം കഴിഞ്ഞിട്ടും അയാളുടെ ചിരി നിൽക്കുന്നില്ലെന്ന് കണ്ടതും വൈശു അയാളുടെ കയ്യിൽ ഇത്തിരി ശക്തിയിൽ തന്നെ ഒരടി കൊടുത്തു. അയ്യോ, ഇതൊന്നും ഞാൻ ആരോട് പറഞ്ഞാ ചിരിക്കേണ്ടേ? അപ്പോഴും ഭാസ്കരൻ കൂടുതലൊന്നും പറയാൻ തയ്യാറായില്ല. ഉമ്മറപ്പടിയിൽ ചാഞ്ഞും ചെരിഞ്ഞും കിടന്ന് ഇരുന്നുമൊക്കെ ഉച്ചത്തിൽ ചിരിച്ചു. ദേ ബാലു, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇത്രയും അങ്ങ് പൊട്ടിക്കിടന്ന് ചിരിക്കാന് ഇതിലിപ്പോൾ ഞാനെന്ത് കോമഡിയാ പറഞ്ഞേ? പെണ്ണ് പിണങ്ങി. എടി പൊട്ടിക്കാളി, നീ പറഞ്ഞത് മൊത്തം കോമഡിയാ. ഈ വർഷം ഇതുപോലൊരു കോമഡി ഞാൻ കേട്ടിട്ടില്ല. ഇനിയോട്ട് കേൾക്കുമെന്നും തോന്നുന്നില്ല. അയാൾ ചിരിക്കുന്നതിനിടയിലും എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. മര്യാദയ്ക്ക് കാര്യം എന്നാന്ന് പറഞ്ഞോ ബാലു. അവളുടെ ചുണ്ടുകൾ പരിഭവത്താൽ പുറത്തേക്കുന്തി. ആ കവളുകൾ രണ്ടും കൊട്ട പോലെ വീർത്തു വന്നു. അത് കണ്ടതും ബാലു വളരെ പണിപ്പെട്ട് തൻ്റെ ചിരി അടക്കി പിടിച്ചു. എൻ്റെ വൈശുവേ, നീ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. എൻ്റെ മോനെന്ന് പറയുന്ന ആ വേട്ടാവളിയനുണ്ടല്ലോ, ഗൗരിയെ കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യം നിന്നോട് ആരാടി കൊച്ചേ പറഞ്ഞേ? ചിരിച്ചു തളർന്ന ബാലു കണ്ണിൽ നിന്ന് ഒഴുകിയിറങ്ങിയ വെള്ളത്തെ തൂത്ത് കളഞ്ഞുകൊണ്ട് ശ്വാസം ഒന്നായതിലുള്ളിലേക്ക് വലിച്ചു. അതിപ്പോൾ ആര് പറയണം? ഇക്കാര്യം ഗൗരി തന്നെ എന്നോട് നേരിട്ട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, സാറിൻ്റെയും ഗൗരിയുടെയും കല്യാണക്കാലം ഈ വീട്ടിലെ എല്ലാവരും ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമല്ലേ ബാലു കൃഷ്ണനങ്ങളിനോട് ഇക്കാര്യം സംസാരിച്ചത്? വൈശാഖി അയാളോട് ദേഷ്യത്തിൽ തന്നെ തിരക്കി. എൻ്റെ പൊന്നു മുത്തുമണിയെ, ഈ പറയുന്ന എല്ലാവരും സംസാരിച്ചിട്ടുണ്ടാവാം. പക്ഷെ കെട്ടാൻ പോണ നിൻ്റെ സാർ ഇതേക്കുറിച്ച് വല്ലതും പറയുന്നത് നീ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അതുമല്ല, എൻ്റെ മോൻ ദേവൻ ആ രീതിയിൽ ഗൗരിയോട് സംസാരിക്കുന്നത് നീ എപ്പോഴേലും കണ്ടിട്ടുണ്ടോ? അയാളിത്തിരി മുന്നോട്ടേക്ക് ആഞ്ഞിരുന്നു കൊണ്ട് ഒരു ചിരിയോടെ അവളോട് ചോദിച്ചു. ബാലുവിൻ്റെ ആ ചോദ്യം വൈശാഖിയുടെ നെഞ്ചിലാണ് ചെന്ന് തറച്ചത്. അവളിൽ ആ ചോദ്യം ഒരു ഞെട്ടലുണ്ടാക്കി താനും. ഗൗരിയും സാറും അപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാരല്ലേ? ആണെന്നാണല്ലോ ഇവിടെ എല്ലാവരും പറയുന്നത്. പക്ഷെ സാറിന് ഇഷ്ടമല്ലെന്ന് ഇപ്പോൾ ബാലു പറയുന്നു. ഇതിലിപ്പോൾ ഏതാ ശരി, ഏതാ തെറ്റ്? ദേവന് ഈ കല്യാണം ഇഷ്ടമില്ല എന്ന വാർത്ത ഉള്ളിലൊരു പൂക്കാലം നിറച്ചുവെങ്കിലും അവൾ ഒട്ടൊരു ഗൗരവത്തോടെ തന്നെ അതിനെ മനസ്സിലിട്ട് കീറി മുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. സത്യമാണ്, ഗൗരിയുമായിട്ടുള്ള കല്യാണത്തെക്കുറിച്ച് സാർ ഇതുവരെയും തന്നോടൊന്നും പറഞ്ഞിട്ടില്ല. തന്നോടെന്ന് മാത്രമല്ല, ഇവിടെയുള്ള ആരോട് സംസാരിക്കുന്നത് കേട്ടിട്ടുമില്ല. അതുമല്ല, ആ ഗൗരിയോട് അങ്ങനെ ഇങ്ങനെയൊന്നും അടുത്ത് പെരുമാറുന്നതും കണ്ടിട്ടില്ല. പക്ഷേ ഇതിൽ വേറൊന്നുണ്ട്. സാറ് മൊത്തത്തിലൊരു ഗൗരവക്കാരനാണ്. ആളൊന്നും നന്നായിട്ട് ചിരിക്കുന്നത് പോലും താൻ ഇതുവരെയും കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ആൾ കെട്ടാൻ പോകുന്ന പെണ്ണിനോടും ആ സ്വഭാവമല്ലേ കാട്ടുള്ളൂ. അതിലിപ്പോൾ പ്രത്യേകിച്ച് സംശയിക്കേണ്ട കാര്യം എന്താണ്? വൈശു അതായിരുന്നു ആ നേരം ആലോചിച്ചത്. ഉള്ളിൽ തോന്നിയ പൂക്കാലമെല്ലാം അതോടെ വാടിക്കരിഞ്ഞു പോവുകയും ചെയ്തു. എൻ്റെ പൊന്നു വൈശു കൊച്ചേ, നീ ഈ കുഞ്ഞിത്തല അധികം പോയിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇഷ്ടമേ ഗൗരിക്ക് മാത്രമാണ്. പക്ഷെ അവൻ ആ ഗൗരിയെ കെട്ടാൻ ഒട്ടും താല്പര്യമില്ല. ദേവൻ അത് ഞങ്ങളോട് എല്ലാവരോടും തുറന്നു പറഞ്ഞതുമാണ്. ഭാസ്കരൻ ഒരു ചിരിയോടെ പറഞ്ഞു. അത് കേട്ടതും വാടിക്കരിഞ്ഞു പോയ പൂക്കാലത്തെ അപ്പാടെ അവൾ ജീവൻ വെപ്പിച്ച് വീണ്ടും പടുത്തുയർത്തി. പെണ്ണിൻ്റെ കണ്ണുകളിൽ 2 നക്ഷത്ര കുഞ്ഞുങ്ങൾ വിരിഞ്ഞു. നിനക്കൊരു കാര്യം അറിയോ വൈശുക്കൊച്ചേ? അവളെ എന്നല്ല, ഈ ജന്മം കല്യാണം വേണ്ടെന്ന് വെച്ച് നടക്കുന്നവനാണ് എൻ്റെ നല്ലവനായ പുത്രൻ. കെട്ടിക്കൊണ്ട് വരുന്ന പെണ്ണിനും കൂടെ ചെലവിന് കൊടുക്കണ്ടേ എന്നാണ് ആ പിശുക്കൻ്റെ ചോദ്യം. ഇനി നീ പറയേ, നീ അറിഞ്ഞതും കേട്ടതും ഒക്കെ സത്യമാണോ എന്ന്? അവളുടെ തലയിൽ ഒരു ഞൊട്ടു കൊടുത്തുകൊണ്ട് ഭാസ്കരൻ ചോദിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. വൈശാഖി മുന്നോട്ടേക്ക് ആഞ്ഞിരുന്നു കൊണ്ട് ബാലുവിനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. ഐ എം സോ ഹാപ്പി ബാലു, സോ ഹാപ്പി. എനിക്കിപ്പോൾ സന്തോഷം കൊണ്ടിരിക്കാൻ പറ്റുന്നേ ഇല്ല. വൈശാഖി പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു കൂവി. ലോകത്തിലെ സകല സന്തോഷങ്ങളും കൈക്കുമ്പിളിൽ കിട്ടിയ ഭാവമായിരുന്നു ആ പെണ്ണിന്. പക്ഷെ വൈശുവിൻ്റെ പതിവില്ലാത്ത ആ ഭാവം കണ്ട് ബാലു കണ്ണു മിഴിച്ചിരിക്കുകയാണ് ചെയ്തത്. വൈശു കൊച്ചേ, തനിക്ക് മുമ്പിൽ മുഖം കുനിച്ചിരിക്കുന്നവളുടെ കയ്യിൽ ബാലു ഒരു തട്ട് കൊടുത്തു.
പെണ്ണിൽ നിന്ന് ഒരനക്കം പോലും ഉണ്ടായില്ല. എടി വൈശു, ഭാസ്കരൻ അവളെ വീണ്ടും തട്ടി വിളിച്ചു. ആ, ഇത്തവണ എന്തുകൊണ്ടോ അവളിൽ നിന്നൊരു നേർത്ത മൂളൽ പുറത്തേക്ക് വന്നു. പക്ഷെ ആശാട്ടി മുഖമുയർത്തുവാൻ കൂട്ടാക്കിയില്ല. കുനിച്ച് തന്നെ പിടിച്ചു. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? ചോദ്യം ഗൗരവത്തോടെ ആയിരുന്നെങ്കിലും ബാലുവിൻ്റെ ചുണ്ടുകളിൽ ചിരിയായിരുന്നു. വൈശാഖി മറുപടിയൊന്നും കൊടുത്തില്ല. പേടിയോടെ, അതിലേറെ പരിഭ്രമത്തോടെ, കൈവിരലുകൾ തമ്മിൽ ഇണച്ചും പിരിച്ചും കൊണ്ട് അങ്ങനെ തന്നെ ഇരുന്നു. അവൾക്ക് ആദ്യമായി ഭാസ്കരൻ്റെ മുൻപിൽ ഇരിക്കാൻ പേടി തോന്നിപ്പോയി. അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകുവാൻ തോന്നിപ്പോയി. ഇത്തിരി മുൻപ് താൻ കാഴ്ച കാണിച്ചത് അമ്മാതിരി പ്രകടനമാണ്. സാറിന് ഗൗരിയെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന് അറിഞ്ഞ ആ നിമിഷം സന്തോഷം സഹിക്കാൻ പറ്റിയില്ല. ആ നേരെ എന്തൊക്കെ കാട്ടിക്കൂട്ടിയെന്ന് ഇപ്പോൾ തനിക്ക് പോലും ഓർമ്മയില്ല. ബാലുവിന് എന്തൊക്കെയോ സംശയം തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ തൻ്റെ പ്രകടനം കണ്ടാൽ ആർക്കായാലും ഒരു സംശയം തോന്നിപ്പോവും. ഇതിപ്പോൾ എന്തും മറുപടി കൊടുക്കും? കള്ളം പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ബാലുവിനോട് കള്ളം പറയാൻ തനിക്ക് ഒരിക്കലും കഴിയുകയില്ല. ഉള്ള കാര്യം അങ്ങ് തുറന്നു പറഞ്ഞാലോ? അവൾ ഒരു നിമിഷം ആദ്യയോടെ ചിന്തിച്ചിരുന്നു. പറഞ്ഞാൽ ബാലുവിൻ്റെ മറുപടി എന്തായിരിക്കും? തന്നെ ഒരു ചീത്തക്കുട്ടിയായിട്ട് ബാലു കാണുമോ? തൻ്റെ കഥകളെല്ലാം അറിഞ്ഞപ്പോൾ വിശ്വസിച്ച് ഈ വീട്ടിൽ കയറ്റിയ ആളാണ് ബാലു. ആ ആളിൻ്റെ മകനോട് തനിക്ക് പ്രണയം തോന്നിയെന്നറിഞ്ഞാൽ ആൾ തന്നെ വെറുക്കില്ലേ? ഇനി വെറുത്തില്ലെങ്കിൽ കൂടി ആ മനസ്സിൽ തന്നോടൊരു നീരസം ഉണ്ടാവില്ലേ? വൈശാഖിക്ക് തല പെരുക്കുന്നത് പോലെ തോന്നി. കൂട്ടത്തിൽ മുൻപിലിരിക്കുന്നവനെ നേരിടാനൊരു ഭയവും. വൈശുക്കൊച്ചേ, അവളുടെ ഇരിപ്പും ഭാവവും ഒക്കെ കണ്ടപ്പോൾ ഭാസ്കറിന് എന്തുകൊണ്ടോ ഒരു ചെറിയ വെപ്രാളം തോന്നി. കൂട്ടത്തിൽ ആശങ്കയും. വൈശുവേ, അയാൾ അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് മുഖമുയർത്തി. നിറഞ്ഞ കണ്ണുകൾ, ചുണ്ടുകൾ വിതുമ്പുന്നുമുണ്ട്. എന്താടി, എന്തിനാ നീ കരയുന്നേ? അയാൾക്ക് ആദിയേറി. എന്നെ വെറുക്കോ? വൈശാഖിയുടെ ഒച്ച ചിലമ്പിച്ചു. എന്തിനാടി? അയാൾ ആ പെണ്ണിൻ്റെ കണ്ണുനീര് പെരുവിരൽ കൊണ്ട് തുടച്ചു കളഞ്ഞു. ഞാനൊരു തെറ്റ് ചെയ്തു. നിങ്ങളോട് ഞാൻ വിശ്വാസവഞ്ചനയാണ് കാട്ടിയേ. അത്രയും നേരം വിടുമ്പിക്കൊണ്ടിരുന്നവൾ പൊടുന്നനെ ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. എൻ്റെ വൈശുക്കൊച്ചേ, നീ ആദ്യം കാര്യം പറ, എന്നിട്ട് കരയേ. നിന്റെ മനസ്സിൽ വെച്ചോണ്ടിരുന്ന ഞാൻ എങ്ങനാടി അറിയുന്നേ? വൈശുവിനെ തനിക്കരികിലായി പിടിച്ചു ചേർത്തിരുത്തി ബാലു. ഇപ്പോഴും കരച്ചിലാണ് പെണ്ണ്. ഇനി പറയേ, എൻ്റെ വൈശുക്കൊച്ച് എന്ത് തെറ്റാ ഞങ്ങളോട് ചെയ്തേ? വളരെ ശാന്തതയോടെ സാവധാനത്തിൽ ഭാസ്കരൻ തിരക്കി. അത് പിന്നെ, പറയാൻ തുടങ്ങിയവൾ വീണ്ടും പാതി വഴിയിൽ വാക്കുകളെ ഉപേക്ഷിച്ച് കളഞ്ഞു ആദിയോടെ. അത് പിന്നെ എന്താ? നിനക്കെന്നോട് എന്തും പറയാലോ വൈശുവേ, നീ എൻ്റെ ഫ്രണ്ടല്ലേടി. എന്തൊക്കെയോ മനസ്സിലായെന്ന രീതിയിൽ ഭാസ്കരൻ അവൾക്ക് ധൈര്യം പകർന്നു. ബാലു എന്നെ വഴക്കു പറയോ? മൂക്ക് വലിച്ചുകൊണ്ട് അവൾ ഭാസ്കരൻ്റെ മുഖത്തേക്കൊന്ന് പാളി നോക്കി. ഇന്നേ വരെ ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ടോടി? ബാലു മറു ചോദ്യം തൊടുത്തു. ഇല്ല. പെണ്ണ് വീണ്ടും മൂക്ക് വലിച്ചു. എങ്കിൽ പിന്നെ ഇപ്പോഴും പറയില്ല. ഭാസ്കരൻ ഉറപ്പ് നൽകി. അതുണ്ടല്ലോ, ഞാനേ സാറിനെ, അതെ ദേവൻ സാറിനെ അറിയാതെ ഇഷ്ടപ്പെട്ടു പോയി. അതാ ഞാൻ അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തേ. മുക്കിയും മൂളിയും ഒടുവിൽ വൈശാഖി ഉള്ളിലുള്ളത് മുഴുവൻ പുറത്തേക്ക് കുടഞ്ഞിട്ടു. എന്നിട്ട് കണ്ണുകൾ ഇറുക്കിയടച്ച് മുഖം കുനിച്ചിരുന്നു. അവൾക്ക് ആ നേരം ഭാസ്കരനെ നോക്കാനുള്ള ത്രാണിയില്ലായിരുന്നു. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞിട്ടും ബാലുവിൽ നിന്നും മറുപടി ഉണ്ടാവുന്നത് അവൾ കണ്ടില്ല. ബാലുവിന് തന്നോട് ദേഷ്യമായി കാണും. ആ ചിന്ത പോലും അവളുടെ ശരീരത്തിൽ ഒരു വിറയലുണ്ടാക്കി. വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നെങ്കിൽ പറഞ്ഞു വിടട്ടെ, വെറുക്കുന്നെങ്കിൽ വെറുക്കട്ടെ. എന്നാലും ബാലുവിനോടും വീട്ടുകാരോടും കള്ളം കാണിച്ച് ജീവിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ പെണ്ണ് പേടിച്ച് അടുത്തിരിക്കുന്നവൻ്റെ മുഖത്തേക്ക് വീണ്ടും നോട്ടം പായിച്ചു. പക്ഷേ അവിടെ അവൾ അമ്പരപ്പോടെ കണ്ടത് മറ്റൊന്നായിരുന്നു. മുഖം കുനിച്ചു പിടിച്ചുകൊണ്ട് ചിരി കടിച്ചു പിടിച്ചു നിൽക്കുന്ന തൻ്റെ ബാലു. ബാലു? അവൾ ആശ്ചര്യത്തോടെ ഭാസ്കരനെ കണ്ണു വീഴ്ച നോക്കി. ആ കാഴ്ച ഒരൊറ്റ നിമിഷം കൊണ്ട് അവളുടെ ഭയത്തെ ആവിയാക്കി കളഞ്ഞു എന്ന് വേണം പറയുവാൻ. അവളുടെ വിളി കേട്ടതും കടിച്ചു പിടിച്ച് ചിരി നിയന്ത്രിച്ച അയാളിലെ ചിരി പൊടുന്നനെ പുറത്തേക്ക് പൊട്ടിപ്പോയിരുന്നു. എൻ്റെ ഈശ്വരാ,
ഇന്നത്തെ ദിവസം ഞാൻ ആരെയാണോ കണി കണ്ടത്, അയാൾ അവളിൽ നിന്നുള്ള പിടി വിട്ടിട്ട് പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് ഉമ്മറപ്പടികളിൽ നിന്ന് എഴുന്നേറ്റ് മുറ്റത്തേക്ക് ഇറങ്ങി നിന്നു. വൈശു അയാളെ തന്നെ നോക്കി അന്തിച്ചിരുന്നു പോയി. എൻ്റെ വൈശു, ഇതാണോടി നീ പറഞ്ഞ വിശ്വാസവഞ്ചന? അയാൾ വീണ്ടും വീണ്ടും ഉറക്കെ ചിരിച്ചു. വൈശു പക്ഷേ ആ നേരം കരയണോ ചിരിക്കണോ എന്നൊരു ചിന്തയിലായിരുന്നു. കാരണം മഹാദേവൻ സാറിനെ താൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടും ബാലു ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ താൻ സാറിനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ബാലുവിന് പ്രശ്നമൊന്നുമില്ല. ഈ ചിരിയുടെ പിന്നിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവുമോ എന്നുള്ള പേടിയായിരുന്നു അവളുടെ സങ്കടത്തിന് പിന്നിലുള്ള അടുത്ത കാരണം. ആ ചിന്തയോടെ പെണ്ണ് മെല്ലെ പടികളിൽ നിന്ന് എഴുന്നേറ്റ് ഭാസ്കരൻ്റെ മുമ്പിൽ ചെന്ന് നിന്നു. ബാലു, അവൾ വീണ്ടും വിളിച്ചു. എന്തുകൊണ്ടോ പെണ്ണിൻ്റെ പാവം പിടിച്ച മുഖം കണ്ടതും അയാൾ വീണ്ടും തൻ്റെ ചിരിയെ സ്വയം അടക്കി പിടിച്ചു. എൻ്റെ വൈശുവേ, നീ എന്താടി കരുതിയേ? എൻ്റെ മോനെ നിനക്ക് ഇഷ്ടമാണെന്ന് അറിയുമ്പോൾ ഞാൻ സ്ഥിരം അമ്മായിയപ്പം വേഷം എടുത്തണിയുമെന്നോ? അയാൾ ആ പെണ്ണിൻ്റെ തോളിലൂടെ കൈയിട്ട് പിടിച്ചുകൊണ്ട് മാവിൻ ചുവട്ടിലേക്ക് മെല്ലെ നടന്നു. മതിലിൻ്റെ അപ്പുറത്തുള്ള വഴിവിളക്കിൽ നിന്നുള്ള വെട്ടവും സിറ്റൗട്ടിൽ നിന്നുള്ള ലൈറ്റിൻ്റെ വെളിച്ചവും മുറ്റത്തെ കട്ട പിടിച്ച് ഇരുട്ടിനെ പകൽ പോലെ ആക്കി മാറ്റിയിരുന്നു. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു ബാലു. അവളൊരു ചമ്മിയ ചിരി ചിരിച്ചു. എടി വായിച്ചു കൊച്ചേ, നിനക്ക് എൻ്റെ മോനോട് പ്രേമം തോന്നിയതിന് എനിക്കെന്താടി കുഴപ്പം? അല്ല, എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, ഇതൊക്കെ എപ്പോൾ തുടങ്ങി? നടത്തത്തിനിടയിൽ ഇടയ്ക്കൊന്ന് നിന്നിട്ട് അയാൾ ആ പെണ്ണിൻ്റെ മുഖത്തേക്ക് കൂർപ്പിച്ച് നോക്കി. കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. കൺഫേമായിട്ട് പറഞ്ഞാൽ 3-4 ദിവസമായി. കള്ളം ചെയ്ത കുട്ടിയെപ്പോലെ വൈശാഖി ഭാസ്കരൻ്റെ മുന്നിൽ പരുങ്ങി കളിച്ചു. എന്നാലും നീ ആള് കൊള്ളാലോടി, നിന്നെ സമ്മതിച്ചിരിക്കുന്നു. ആട്ടെ, ഇത് നിൻ്റെ എത്രാമത്തെ ലൈനാ? ബാലു അവൾക്ക് മുൻപിൽ എണീറ്റ് കയ്യും കൊടുത്ത് നിന്നുകൊണ്ട് തിരക്കി. പെണ്ണും മറുപടി പറഞ്ഞില്ല. പകരം വലത്ത് കൈയുടെ ചൂണ്ടുവിരൽ മാത്രം ബാലുവിന് മുന്നിൽ ഉയർത്തി കാട്ടി, ആദ്യത്തേതെന്ന രീതിയിൽ. അപ്പോൾ ഫസ്റ്റ് ലവ് ആണോ? ഭാസ്കരൻ്റെ മുഖത്ത് പൊടുന്നനെ ഒരു ഞെട്ടലുണ്ടായി. നാണത്തോടെ അവളുടെ മുഖം ചുവന്നു. മിടുക്കി, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യത്തെ പ്രണയം തന്നെ ആ കൊർള എക്സ്പ്രസ്സിന് മുമ്പിൽ തല കൊണ്ടുപോയി വെച്ചതുപോലെയായി. അയാൾ അവളെ ദയനീയമായി നോക്കിക്കൊണ്ട് സ്വന്തം താടിയിലൊന്ന് തടവി. അതെന്താ ബാലു അങ്ങനെ പറഞ്ഞേ? പെണ്ണിന് വെപ്രാളം തോന്നി. ഇനിയിപ്പോൾ നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിനക്കിച്ചിരി ബുദ്ധിയും വിവരം ഉണ്ടായിരുന്നതായിരുന്നു ഞാൻ ഇത്രയും നാളും കരുതിയേ. ഇപ്പം മനസ്സിലായി നീ വെറും പൊട്ടിയാണെന്ന്. അല്ലെങ്കിൽ ആ കാട്ടുമാക്കാനെ പ്രേമിക്കാൻ നിനക്ക് തോന്നുമോ? ഈ ഭൂമി മലയാളത്തിൽ വേറെ ഒരു ചെക്കനെയും കിട്ടാത്ത പോലെ. എടി മരപ്പട്ടി, നിന്റെ പറയാൻ നടക്കുന്ന ആ സിദ്ധാർത്ഥൊക്കെ എന്ത് പൊളിയാടി. അവനൊന്നും ഇല്ലാത്ത എന്ത് കോപ്പാടി ഈ പിശുക്കനിൽ നീ കണ്ടത്? ഭാസ്കരൻ മൊത്തത്തിൽ അവളെ തളർത്തിക്കളഞ്ഞു. ബാലു പറഞ്ഞത് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണെന്ന് തോന്നുന്നു പെണ്ണിന് ദേഷ്യം വന്നത്. അവൾ മുഖം വീർപ്പിച്ചു വെച്ചു. അയ്യോ എൻ്റെ അമ്മ, ഞാനൊന്നും പറയുന്നില്ല എൻ്റെ വൈശുവേ. നീയായി നിൻ്റെ സാറായി. എന്നാൽ ഒരു കാര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞേക്കാം. ജീവിതത്തിൽ എങ്ങനെ ചെലവ് ചുരുക്കി ജീവിക്കാമെന്ന് റിസർച്ച് നടത്തുന്നവനാണ് എൻ്റെ മോൻ. അതിനായി കല്യാണം പോലും വേണ്ടെന്ന് വെച്ചവൻ. അവനെയൊക്കെ വളച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ഒരു ടാസ്ക് വേറെ ഉണ്ടോടി. അതുകൊണ്ട് അവസാനമായിട്ടൊരു ഉപദേശം തരുക. നിനക്ക് ഇത്രയും പ്രേമിക്കാൻ മുട്ടിയിരിക്കുവാണെങ്കിൽ സ്വന്തം റിസ്ക് പ്രേമിച്ചോണം. മഹാദേവനോടുള്ള പ്രേമം നിൻ്റെ ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. നെറ്റിയിലുള്ള ഇല്ലാത്ത വിയർപ്പിനെ വടിച്ചെടുത്ത് കളയുന്നത് പോലെ ഒരു ആംഗ്യം ഭാസ്കരൻ കാട്ടി, അവളെ കളിയാക്കിയതുപോലെ. ബാലു, പെണ്ണിന് പിന്നെ ദേഷ്യം വന്നു. അവൾ അയാളെ അടിക്കാൻ വേണ്ടി ഓടിയതും ഭാസ്കരൻ മാവിന് പിന്നിലേക്ക് ഓടിപ്പോയി. വൈശു പിന്നാലെ ഓടി, കാലിലെ പൊള്ളലും മുറിവ് പോലും കണക്കാക്കാതെ. ബാലു നിൽക്ക്, അവൾ ഉച്ചത്തിൽ വിളിച്ചു കൂവി. ഇല്ല, ഞാൻ നിൽക്കില്ല, എന്നെ തല്ലാനല്ലേ. ഭാസ്കരൻ ചിരിച്ചുകൊണ്ട് 2 വട്ടം മാവിനെ ചുറ്റി ഓടി. എന്നെ തുടക്കത്തിൽ തന്നെ തളർത്തിയില്ലേ? പെണ്ണ് ബാലുവിൻ്റെ പുറകെ കൈ ഉയർത്തിക്കൊണ്ട് ഓടി. എടി വൈശു, സത്യത്തിൻ്റെ മോയ എപ്പോഴും വീർതായിരിക്കും. എടി നിനക്കിപ്പോഴും സമയമുണ്ട്. നല്ല മണി പോലുള്ള ചെക്കന്മാർ നമ്മുടെ കോളേജിലുണ്ടടി, ഞാൻ സെറ്റാക്കി തരാടി. അയാൾ അവളെ കളിയാക്കിക്കൊണ്ട് ഉമ്മറത്തേക്ക് ഓടിക്കയറി. ബാലു നില്ല്,
അടി വീഴും കേട്ടോ. ഭാസ്കരൻ്റെ പിന്നാലെ ഓരോന്നും പുലമ്പിക്കൊണ്ട് പായുമ്പോൾ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത സന്തോഷമായിരുന്നു അവളിലപ്പോൾ കാണാൻ സാധിച്ചത്. അവളിലെ കൊച്ചു കുഞ്ഞ് പുറത്തേക്ക് വന്നതുപോലെ, വാശി കാട്ടി അവളുടെ അച്ഛൻ്റെ പിന്നാലെ പായുന്നത് പോലെ. അതേസമയം അവളിലെ ചിരി കാണാനായി ഭാസ്കരനും കൊതിച്ചിരുന്നു. ചിരിച്ചുകൊണ്ട് ഓടിക്കയറി രണ്ടും കൂടി ചെന്ന് നിന്നത് ആ കുർള എക്സ്പ്രസ്സിന് മുമ്പിലായിരുന്നു എന്നത് മറ്റൊരു സത്യം. ഇരുവരെയും കിതയ്ക്കുന്നുണ്ടായിരുന്നു. വൈശാഖി ഭാസ്കരൻ്റെ പിന്നിലേക്ക് പൊടുന്നനെ മറഞ്ഞു കളഞ്ഞു. ആ നേരം ഇന്നലെ സ്റ്റോറി ഇടാഞ്ഞതേ എൻ്റെ വീട്ടിൽ അയ്യപ്പ പൂജ ഉണ്ടായിരുന്നത് കൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പം അടുത്ത പാട്ടുമായിട്ട് നാളെ വരാം കേട്ടോ. പിന്നെ സ്റ്റോറിയുടെ ലെങ്ത് 15, 16, 17 മിനിറ്റ് അല്ല, 2 പാർട്ട് കൂട്ടി യോജിച്ചിട്ടാണ് ഈ ഒറ്റ ഒരു സ്റ്റോറി ഇടുന്നത് കേട്ടോ. അതുകൊണ്ട് അതിൽ കൂടുതൽ ഇടാൻ ഒരു നിവർത്തിയില്ല. പിന്നെ ചില സമയങ്ങളിൽ അത് 20 മിനിറ്റ് ആയി മാറുന്നതാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ നിങ്ങളെല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കണേ.